ഉണ്ടാകട്ടെ. നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് 55-ാം സങ്കീർത്തനമാണല്ലോ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 55-ാം സങ്കീർത്തനം കാണുവാനിടയായി തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം, ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. നമ്മുടെ ദൈവം ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, ഇത്ര നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുവല്ലോ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മൾ കാണുവാനിടയായി തീരും. പുറകോട്ടിടങ്ങി നമ്മൾ ചിന്തിച്ച് നോക്കി, അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുവാനിടയായി തീർന്നില്ലയോ? ആ ദൈവത്തെ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ, എണ്ണി എണ്ണി സ്തുതിപ്പാൻ എണ്ണമില്ലാത്ത കൃപകളാൽ അനേക പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്ന് ദൈവമായ കർത്താവ് നമ്മളെ വഴി നടത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ താഴെയുള്ള വാക്കുകൾ കാണുമ്പോൾ തന്നെ ഉദ്രവിക്കുന്ന അനേകം പേരെ കാണുവാനിടയായി തീരും. ഹൃദയത്തിലെ വേദനകളും മരണഭീതിയും ഒക്കെ തന്നെ വീണ്ടിട്ട് ഹല്ലേലൂയ താൻ പരിഭ്രമത്തിൽ ആയതിനു ശേഷം 6-ാമത്തെ വാക്യം വായിക്കാം. 6-7 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്വന്താണ് പ്രാവിന് ചിറകുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ എന്നോട് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യമാണ്, പക്ഷികൾക്ക് 2 ചിറവുണ്ട്, അത് പറന്നുപോയി ഒറ്റയ്ക്ക് വിശ്രമിക്കുന്നത് പോലെ ഈ കഷ്ടത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് ഞാൻ എന്തെന്നറിയാമോ, ഒന്ന് മാറി നിന്നിട്ട് അല്പം ഒന്ന് വിശ്രമിക്കുമായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു പ്രാവിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുവാനിടയായി തീരും, അതിനെല്ലാ ദിവസവും രാവിലെ ആഹാരം കണ്ടെത്തണം, മഴ നനയുമ്പോഴോ തണുപ്പ് വരുമ്പോൾ കയറിയിരിക്കാൻ ഒരു വീടോ ഒന്നുമില്ല. ഹല്ലേലൂയ. ഓരോരുത്തർക്കും അതിൻ്റേതാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് ഒരു പക്ഷികൾക്ക് നിർമ്മിക്കുന്ന പോലെയല്ല നമ്മളെ നിർമ്മിച്ചത്, അതിലും മഹത്തരമായ ദൈവം നമ്മളെ നിർമ്മിക്കുവാനിടയായി. ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപത്തിലും ദൈവം നമ്മളെ നിർമ്മിക്കുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈവേലയാൽ നമ്മളെ ഹല്ലേലൂയ മെനയുവാനിടയായി തീർന്നു. അതിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ പ്രശ്നത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനല്ല ദൈവം നമ്മളെ ഹല്ലേലൂയ വിളിച്ചു വേർതിരിച്ചത്. ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു ദൈവകൃപയോടെ, ശക്തിയോടെ, ബലത്തോടെ അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മുടെ ചിറകിൻ്റെ മറവിൽ ദൈവമക്കളെ നമ്മളെ മറയ്ക്കുവാനിടയായി തീരും. അല്പം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, ചിറവിൻ്റെ മറവിൽ ദൈവം നമ്മളെ മറയ്ക്കുന്ന വിധങ്ങളെപ്പറ്റി നമുക്ക് നോക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, പറക്കുവാൻ പറ്റിയ ഹല്ലേലൂയ ഒരു പക്ഷിയാണ് കഴുകനെന്ന് കാണുന്നത്. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ന്റെ 11 വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിലെ ആൾക്കാർ കഴുകനെ പറ്റി എടുത്ത് നോക്കി പഠിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നത് ഹല്ലേലൂയ വളരെ ശക്തിയുള്ള ഒരു പക്ഷിയാണ് കഴുകനെന്ന് കാണുവാനിടയായി തീരുന്നത്. അതിൻ്റെ ഹല്ലേലൂയ ബലത്തേക്കാൾ ഉപരിയായി ഒരു ഹല്ലേലൂയ കുരങ്ങിനെയോ മറ്റു മൃഗങ്ങളെയോ ഒക്കെ കൊത്തിയെടുത്തോട് പോകുവാനും പറക്കുവാനും അതിന് ശക്തിയുണ്ട്. അതിൻ്റെ ചിറകിലാണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്. അത് വാനമൃഗത്തിലേക്ക് പറന്ന് ഉയരുവാനിടയായി തീരും. പലപ്പോഴും ഇവിടെ മഴ പെയ്യുമ്പോൾ അല്ല മേഘത്തിൻ്റെ ഉയരത്തിലാണ് കഴുകൻ പറക്കുവാനിടയായി തീരുന്നത്. ഇന്ന് പലകാലം നമുക്ക് കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ കാണുവാനിടയായി തീരുന്നത് ഒരു കഴുകെന്നറിയാമോ? കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ വളർത്തിന് ശേഷം അത് ഹല്ലേലൂയ പറന്നു പോകാനുള്ള പ്രായമെത്തുമെന്നറിയാമോ? അതിൻ്റെ കൂടെ നനക്കും.
അതിൻ്റെ കൂടിൻ്റെ ഏറ്റവും മുകളിൽ നല്ലവണ്ണം കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുവാൻ പഞ്ഞു പോലുള്ള കാര്യങ്ങൾ കാണും. അതിൻ്റെ ഏറ്റവും അടിയിൽ കൂർത്തുമൂർത്ത ഹല്ലേലൂയ സ്തോത്രം ഓരോ മരച്ചില്ലകളാണ് അത് വെക്കാറുള്ളത്. എന്നാൽ ആ സ്പോഞ്ച് പോലുള്ള കാര്യങ്ങൾ ഓരോന്നും അത് കൊത്തി മാറ്റിയിട്ട് അതിൻ്റെ മുള്ളു പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളുമ്പോൾ അതെടുത്ത് താവോട്ട് ചാടും. പ്രൈസ് ദി ലോർഡ്. ദൂരെ നിന്നുകൊണ്ട് തള്ളക്കഴുകൻ നോക്കി നിൽക്കും. ഇത് താവോട്ട് ചാടുമ്പോൾ ആദ്യം പറക്കാൻ പറ്റത്തില്ല. എന്നറിയാമോ, പറന്ന് വന്നിട്ട് എന്നറിയാമോ അതിൻ്റെ ചിറകിൻ്റെ മേളിൽ അതിനെ വഹിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, കഴിഞ്ഞ നാൾ ഇതുപോലെ അനേക കഷ്ടങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് ഇവിടുന്ന് ചാടിപ്പോകാമെന്ന് ചിന്തിച്ചെങ്കിലും ദൈവമായ കർത്താവ് എന്നറിയാമോ തൻ്റെ ചിറകിൻ്റെ മേളിൽ നമ്മളെ വഹിച്ച് ഓരോ ദിവസവും എത്തേണ്ട സ്ഥാനങ്ങൾ നമ്മളെ പറക്ക പഠിപ്പിച്ച് ഓരോ ദിവസം നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം എന്തറിയാമോ, തള്ളക്കഴുകൻ മേളിലേക്ക് പോയിട്ട് ഈ കുഞ്ഞിനെ താഴോട്ട് വിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുഞ്ഞ് ചിന്തിക്കും, ഇത്രയോളം കരുണയില്ലാത്തൊരു തള്ളയാണല്ലോ, എന്നാൽ വീണ്ടും മാറി നിന്നിട്ട് ആ താഴോട്ട് വരുമെന്നറിയാമോ വീണ്ടും അതിനെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുവാനിടയായിത്തീരും. അതുപോലെ പല പ്രാവശ്യം പറന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞ് പറക്കാൻ പഠിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവയാത്രയിലും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് എന്നറിയാമോ ഓരോ ദിവസം നമ്മളെ കാത്തു വരുവാനിപ്പാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ന്റെ 20. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിമിത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ എടുത്ത് പറയുവാനിടയായി ഖദനം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നറിയാമോ 2 കെരൂബുകളെ ഉണ്ടാക്കി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കെരൂബുകൾ എങ്ങനെയായിരിക്കണം? ചിറക് വിടർത്തിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്ത് പറക്കുവാൻ തയ്യാറായിരിക്കുന്ന 2 കെരൂബുകളെ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ കെരൂബുകൾ കൃപാസനത്തെ എന്ത് ചെയ്യണം? മൂടിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ ഇരിക്കണം? ഒന്നിനോടൊന്ന് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവമക്കൾ ഹല്ലേലൂയ ദൈവത്തിനോട് മുഖം നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായിത്തീരും. ആ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യത്തില്ല? തള്ളിക്കളയത്തില്ല. ഏത് സമയത്ത് പറക്കുവാൻ തയ്യാറായി നമ്മൾ നിൽക്കണം. ഈ ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ പലതും മാടി വിളിക്കുമ്പോൾ ഹല്ലേലൂയ ലോകത്തിൻ്റെ പുറകെ പോകുവാനല്ല, ഒരു ദൈവവൈതൽ ഏത് സമയത്ത് കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്നറിയാമോ വാനമേറിലേക്ക് പറന്നു പോകുവാൻ തയ്യാറായ ഒരു ദൈവവൈതൽ നിൽക്കുന്നുവെങ്കിൽ അവനെ ചേർക്കുവാൻ അത്ര യേശു രണ്ടാമതും കടന്നു വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പല ഹല്ലേലൂയ ഹല്ലേലൂയ പറന്നു പോകുന്ന ഹല്ലേലൂയ കാക്കകളും പലതും കാര്യങ്ങളും ഇവിടെ കിടക്കുന്ന ചത്തും ചീഞ്ഞും കിടക്കുന്നതൊക്കെയും കൊത്തി തിന്നുവാനിരിക്കുമ്പോൾ ലോക മനുഷ്യരെ പോലെ ലോകത്തിൻ്റെ പുറകെ പോകുവാനല്ല ദൈവമായ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രാവിന് ചിറവുള്ളതുപോലെ പറന്ന് എന്ത് ചെയ്യണം? ദൈവത്തോടൊപ്പം പറന്നു പോകുവാനിടയായി തീരണം. ആ കാഹളത്തിൻ്റെ ശബ്ദം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ ദിവസം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഈ കഷ്ടങ്ങളെ പ്രയാസങ്ങളെ വിട്ട് ഒരു നാൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ ദൈവസന്നിധിയിൽ പറന്നു പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവമായ കർത്താവ് ഹല്ലേലൂയ നമ്മളെ വിളിച്ച് വേർതിരിപ്പാൻ ഇടയായി തീർന്നത്. സങ്കീർത്തനം 36-ന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനം 36-ന്റെ 7-ാമത്തെ വാക്യം. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനോട് പറയുന്നത് ദൈവത്തിൻ്റെ ദയ എത്ര വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ചെയ്യുന്നത്? മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ്റെ നിഴലിൻ്റെ കീഴിൽ എന്ത് ചെയ്യും? ശരണം പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവമക്കളുടെ ശരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കടന്നു പോയാലും ജോലി സ്ഥലത്തോ വാഹനം ഓടിക്കുമ്പോഴോ ആപത്ത് അനർത്ഥത്ത് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ UK നോക്കിക്കഴിഞ്ഞാൽ അനേകം പേര് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മാറ്റപ്പെടുവാനിടയായി. ഏകദേശം 10-26 വയസ്സുള്ള മെഡിസിൻ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കസേരയിൽ വെച്ച് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് ആ കസേരയിൽ മരിച്ചിരിക്കുന്നതാണ് രാവിലെ മാതാപിതാക്കൾ അവനെ ഉണർത്തുവാൻ ചെന്നപ്പോൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം ക്ഷണികമാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടുവാനിടയായി തീരും. എന്നാൽ തൻ്റെ മക്കളെ എന്താണെന്നറിയാമോ ചിറകിൻ്റെ കീഴിൽ സങ്കീർത്തനക്കാരോട് പറയുന്നത് മനുഷ്യപുത്രന്മാരുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുവാനിടയായി തീരും. ഒരു ദൈവവേദലിന് ശരണം പ്രാപിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, നിൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വാസം നിനക്ക്
നമുക്ക് പരിചയം പലകയുമായിരിക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തെന്നറിയാമോ, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നമ്മളെ മറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്ര ശക്തിയായി പറന്നുയരുന്ന കഴുകണാണെങ്കിലും അതിൻ്റെ തൂവൽ പോയി കഴിഞ്ഞാൽ അതിന് പറക്കുവാൻ പറ്റത്തില്ല. ഇന്നുപോലെ കാലം നമ്മുടെ വിശ്വാസം എന്ന തൂവലുണ്ടല്ലോ, അത് ഓരോ ദിവസവും വർദ്ധിക്കുവാനിടയായി തീരണം. അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വാസവും ദൈവ മക്കളോട് അടുത്ത് വരുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുവാനിടയായി തീരും. അല്ലെങ്കിൽ ഈ ദിവസം നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനിടയായി തീരണം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ മറയ്ക്കുന്നതാണ്. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്ന തൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുവാനിടയായി തീരും. എന്താണെന്നറിയാമോ? രാത്രിയിലെ ഭയത്തെയും ഹല്ലേലൂയ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഒന്നും നമുക്ക് പേടിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവവേദനെ തൂവൽ കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എന്ത് അന്ധകാര ശക്തിയിൽ കടന്നു വന്നാലും അതിൽ നിന്നുള്ള വിടുതൽ നേടുവാനിടയായി തീരും. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനിടയായി തീരും സറാഫുകൾ എന്ത് ചെയ്യുന്നെന്ന്. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സ്വർഗത്തിലെ ആരാധന യെശയ്യാ പ്രവാചകന് ആത്മീക ദർശനത്താൽ കാണുകയാണ്. യോഹന്നാൻ ഇതുപോലെ കാണുവാനിടയായി തീർന്നു. എന്നറിയാമോ? സറാഫുകൾ. അല്ലെങ്കിൽ എന്നറിയാമോ? 6 ചിറകുള്ള സറാഫുകൾ എന്നറിയാമോ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടിയിട്ട് 2 കൊണ്ട് പറന്നിട്ട് എന്താണ്? യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കുമല്ല, അല്ല ആർക്കുകയാണ്. ഇതുപോലെ അല്പനേരം കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ സറാഫുകൾ എന്താണ്? ഹാലലു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജോമനായ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയാതെ 2 കൊണ്ട് മുഖം മൂടിയിട്ട് 2 കൊണ്ട് പാദം മൂടിയിട്ട് ഹല്ലേലൂയ പറന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കാലം വിശ്വാസ കണ്ണാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു കാലത്ത് എന്തറിയാമോ? അവനെ മുഖത്ത് നോക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരും. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ അതാണ്. ഹല്ലേലൂയ സ്തോത്രം. പറന്നുകൊണ്ട് താഴെ നിൽക്കുവാൻ കഴിയാത്ത സറാഫുകൾ ദൈവത്തെ പറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ ഒരിക്കൽ നമുക്ക് കാണുവാനിടയായി തീരും. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. എത്ര പേരുടെ ഹൃദയം നന്ദിയാൽ തുളുമ്പുവാനിടയായി തീരും. ഈ ലോകത്തിലെ കഷ്ടങ്ങളോ ഭാരങ്ങളോ ഒക്കെ വിട്ടിട്ട് ഹല്ലേലൂയ എന്നറിയാമോ? ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിലൊക്കെയും ദൈവത്തിൻ്റെ മഹത്വം നിറയുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മൾ മൗനമായിരിക്കാതെ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാൻ സമയം കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുവാനിടയായി തീരും. പ്രാവിന് ചിറകുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി ഞാൻ വിശ്രമിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ? അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. മരുഭൂമിയുടെ അവസ്ഥ കടന്നു വരുമ്പോൾ, വേദനകൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒളിച്ചോടി പോകുവാനല്ല. ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമുള്ള ദൈവശക്തിയാൽ ദൈവകൃപയാൽ എന്നെ നിങ്ങളെ നിറയ്ക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിൽ നിന്ന് ആ പ്രയാസത്തെ പ്രതികൂലത്തിൽ നിന്ന് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ബലവും തന്നിട്ട് അത് നമ്മളെ പുറത്തെടുക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവത്തെയാണെന്ന് പൽക്കാലം നമ്മൾ ആശ്രയിക്കുന്നത്. എങ്ങനെയാണ്? കൊടുങ്കാറ്റിൽ നിന്ന് പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പെരുങ്കാറ്റും കൊടുങ്കാറ്റൊക്കെ കടന്നു വരുമ്പോൾ അതിനെ സൃഷ്ടിച്ചൊരു ദൈവത്തെ വേണം നമ്മൾ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ. അത് കണ്ടിട്ട്, ആ പെരുങ്കാറ്റിനെയും കൊടുങ്കാറ്റിനെയും കണ്ടിട്ട് ഹല്ലേലൂയ വേദനപ്പെട്ട് പുറകോട്ട് പോകുവാനല്ല, ആ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദാവീദ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വൈകിട്ടും കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. പൽക്കാലം ഹല്ലേലൂയ. ഞായറാഴ്ച മാത്രമല്ല ദിവസത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദൈവമക്കൾ എങ്ങനെയാണ്? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് പറയുകയല്ല, ഇവിടെ കരയുകയാണ്. വേദന എന്തുമാത്രം, പ്രയാസം എന്തുമാത്രം കടന്നു വരുമ്പോൾ ദൈവസ്ഥലിൽ കടന്നു വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മുന്നിൽ വായിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരെയും കണ്ണുനീര് അവരെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. തക്ക സമയം എന്തെന്നറിയാമോ? അതിന് പ്രതിഫലം നൽകുവാനിടയായി തീരും. 22-ാം വാക്യത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുവാനിടയായി തീരും. നിൻ്റെ ഭാരം എവിടെ ചെയ്യണം? യഹോവയുടെ മേല് വെച്ചോളുക. പലരുടെ വീട്ടിലും ഹല്ലേലൂയ ഭിത്തിമേൽ ആ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പല കാലം ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാരം എന്ത് ചെയ്യണം?
ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനിടയായി തീരണം. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാന് ഒരു കാലത്ത് ഒരു നാളും ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങൾ നീതിമാനാണെങ്കിൽ കുലുങ്ങുന്ന അനേക അവസ്ഥകൾ കടന്നു വരും. ഒരു കാലത്ത് കുലുങ്ങിപ്പോകാതെ ജയകരമായ ക്രിസ്തുവിനെ നയിപ്പാന് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുറന്ന് ദൈവമായ കർത്താവ് തുറന്നുള്ള സാക്ഷ്യം പറയാനുള്ള സമയമാണ്.